ഹരി ഓം. ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകങ്ങൾ 2-3. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ശ്ലോകം 3. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. സഞ്ജയൻ മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. കഴിഞ്ഞ പ്രശ്നത്തിൽ എൻ്റെ പക്ഷക്കാരും പാണ്ഡവരും എന്തു ചെയ്തു എന്നാണല്ലോ ചോദിച്ചത്. കൗരവസേനയിൽ പ്രഥമനായ ദുര്യോധനൻ ചെയ്തത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ക്രമീകൃതമായി നിർത്തപ്പെട്ട പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്തു ചെന്ന് ഇപ്രകാരം പറഞ്ഞു എന്ന് 2-ാം ശ്ലോകത്തിലും 3-ാം ശ്ലോകത്തിൽ ഹേ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദ രാജകുമാരനാൽ അണിനിരത്തി നിർത്തപ്പെട്ട പാണ്ഡവന്മാരുടെ വലുതായ സൈന്യത്തെ നോക്കിയാലും എന്നും പറയുന്നു. തുടർന്നുള്ള 8 ശ്ലോകങ്ങളിൽ ഇരു സൈന്യങ്ങളിലെയും പ്രഗത്ഭന്മാരുടെ പേരുകൾ പറയുന്നു. അതിനുശേഷം ദുര്യോധനൻ ഇരു സൈന്യങ്ങളെയും താരതമ്യം ചെയ്യുന്നു. തുടർന്ന് ഭീഷ്മ പിതാമഹനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ആഹ്വാനം തത്സമയം ഭീഷ്മ പിതാമഹൻ ദുര്യോധനനെ സന്തോഷിപ്പിച്ചുകൊണ്ട് സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട് തൻ്റെ ശംഖനാദം മുഴക്കി. അനന്തരം കൗരവ സൈന്യം ഒട്ടാകെ ശംഖനാദങ്ങളും പെരുമ്പറയും ഒന്നായി മുഴങ്ങി ശബ്ദഘോഷങ്ങൾ എങ്ങും പ്രതിധ്വനിച്ചു. ഈ അവസരത്തിൽ പാണ്ഡവ സൈന്യത്തിൻ്റെ ശബ്ദഘോഷങ്ങളെക്കുറിച്ച് സഞ്ജയൻ പറയുന്നു. ശ്ലോകം 14 ശ്രദ്ധിക്കാം. തദശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യംദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. അനന്തരം വെള്ളക്കുതിരകളെ പൂട്ടിയ മഹത്തായ വലിയ തേരിൽ സാരഥ്യം വഹിച്ചുകൊണ്ട് മുമ്പിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും യുദ്ധത്തിനൊരുങ്ങി അർജുനനും ഇരുന്ന് തങ്ങളുടെ പേര് കേട്ട ദിവ്യങ്ങളായ ശംഖുകൾ വെവ്വേറെ മുഴക്കി. തഥാ എന്നാൽ അതിന് ശേഷം, ശ്വേതൈ ഹയൈ വെളുത്ത കുതിര, സ്യംദനം രഥം, മാധവ പാണ്ഡവ ച മാധവനും പാണ്ഡവനും, മാധവൻ ലക്ഷ്മി വല്ലഭൻ, പാണ്ഡവൻ അർജുനൻ. അതായത് ലക്ഷ്മി വല്ലഭനായ ശ്രീകൃഷ്ണനും പാണ്ഡവരിൽ പ്രമുഖനായ അർജുനനും തൂവെള്ള കുതിരകളെ പൂട്ടിയ ശ്രേഷ്ഠമായ രഥത്തിലിരുന്നു കൊണ്ട് ദിവ്യങ്ങളായ ശംഖനാദം മുഴക്കി. തൂവെള്ള കുതിരകളാണ് അർജുനൻ്റെ രഥത്തെ വലിക്കുന്നത്. വേഗപരാക്രമശേഷിയും ദിവ്യ അലങ്കാരങ്ങളോടും കൂടിയ ഭംഗിയുള്ള ശ്രേഷ്ഠരഥം അഗ്നിഭഗവാൻ അർജുനന് അനുഗ്രഹിച്ചു നൽകിയതാണ്. പാണ്ഡവപക്ഷത്തിൻ്റെ രക്ഷകനായ ശ്രീകൃഷ്ണൻ ഉച്ചത്തിൽ ശംഖനാദം മുഴക്കി പ്രതിപക്ഷത്തിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചു. ഇനി രഥകൽപ്പനയുടെ സൂക്ഷ്മ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കാം. രഥത്തെ നമ്മുടെ ശരീരമായും രഥം നിയന്ത്രിക്കുന്ന സാരഥി പരമാത്മാവും രഥത്തിൽ സഞ്ചരിക്കുന്ന ആൾ ജീവാത്മാവും ആകുന്നു. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാൺ മനസ്സും രഥത്തിൽ പൂട്ടിയ കുതിരകൾ ഇന്ദ്രിയങ്ങളും രഥം പോകുന്ന വഴികൾ വിഷയങ്ങളും ആകുന്നു. മനസ്സാകുന്ന കടിഞ്ഞാൺ ഭഗവാന്റെ കയ്യിൽ സമർപ്പിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിച്ച് ഭഗവാനോടുള്ള പ്രേമഭക്തിയോടുകൂടി സത്യബോധത്തോടെ ഭഗവാനെ ആശ്രയിച്ച്
നമുക്ക് മുൻപോട്ടു പോകാം. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.